എല്ലാവരും ഇന്നലെ കൊണ്ടുവരാൻ പറഞ്ഞ വിത്തുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് ടീച്ചർ. ഗുഡ്. എന്നാൽ നമുക്കെല്ലാവർക്കും വിത്ത് നടാൻ പോവുകയല്ലേ? കമോൺ. നോക്ക്, എല്ലാവരുടെ ചട്ടികളുടെ മുകളിലും നമ്മുടെ പേരുണ്ട്. കണ്ടില്ലേ? അലക്സ്. അതെ, എന്റെ ചട്ടിയിലുമുണ്ട്. ടോമിക്കുട്ടൻ. കുട്ടികളെ, എല്ലാവരും ഇവിടെ നോക്കിക്കേ. അവരവരുടെ പേരെഴുതിയ ചട്ടികൾ കിട്ടിയില്ലേ? കിട്ടി ടീച്ചർ. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുവന്ന വിത്ത് ആ ചട്ടികളിലെ മണ്ണിൽ കുഴിച്ചിടുക. ആദ്യം ടീച്ചർ കാണിച്ചു തരാം, അതുപോലെ ചെയ്താൽ മതി. എല്ലാവരും 2 കൈകളിലും ഗ്ലൗസ് ധരിക്കുക. എന്നിട്ട് ചെടിച്ചട്ടിയിലെ മണ്ണിൽ അല്പം നീക്കുക, ദാ ഇതുപോലെ. എന്നിട്ട് അതിനുള്ളിൽ നിങ്ങളുടെ വിത്ത് നിക്ഷേപിക്കുക. എന്നിട്ട് നീക്കിയ മണ്ണ് അതിന് മുകളിൽ ഇടുക. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി ടീച്ചർ. ഇനി എല്ലാരും ആ ടേബിളിൽ വരി വരിയായി നിങ്ങളുടെ ചെടിച്ചട്ടി കൊണ്ടുവച്ചേ. നമ്മൾ എന്തിനാണ് എല്ലാവരുടെയും ചെടിച്ചട്ടികൾ പുറത്തു കൊണ്ടുവച്ചതെന്ന് മനസ്സിലായോ? ടീച്ചർക്ക് കണ്ടോണ്ടിരിക്കാം. ടീച്ചർ പറയട്ടെ. ശുദ്ധവായുവും സൂര്യപ്രകാശവും നേരിട്ട് ലഭിക്കാനാണ് ഇവിടെ കൊണ്ടുവച്ചത്. ചെടികൾക്ക് വളരണമെങ്കിൽ ശുദ്ധവായുവും സൂര്യപ്രകാശവും വേണം. അത് മാത്രം പോരാ, എല്ലാ ദിവസവും നമ്മൾ നനച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ചെടികൾക്ക് വളരാൻ എന്തൊക്കെ വേണം? ശുദ്ധവായു, സൂര്യപ്രകാശം, വെള്ളം. ഗുഡ്. ഇനി എല്ലാവരും അവരവരുടെ ചെടിച്ചട്ടികൾ നനയ്ക്കൂ. ടീച്ചർ, ഈ വിത്തുന്ന വീട്ടിൽ കൊണ്ടുപോകുമ്പോഴേക്കും വലുതാവുമോ? ഇല്ലില്ല, ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ശുദ്ധവായുവും സൂര്യപ്രകാശവും കിട്ടുന്നുണ്ടോ എന്ന് കൂടി നോക്കുക. വിത്തിനെ സംരക്ഷിക്കുക. ഇത്രയും ചെയ്താൽ അത് ഉടൻ ചെടിയായി പുറത്തു വരും. നോക്ക് ജോമി, എന്റെ വിത്ത് മുളച്ചു, ചെറിയ ചെടിയായി. എന്റെ വിത്ത് മുളച്ചിട്ടുണ്ട്. അതെന്താ എന്റെ വിത്ത് മാത്രം മുളയ്ക്കാത്തത് ജോമി? നീ എല്ലാ ദിവസവും നനച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ടീച്ചർ പറഞ്ഞിട്ടില്ലേ എല്ലാ ദിവസവും നനച്ചു കൊടുക്കണമെന്ന്? ഉണ്ട്, ഞാൻ എല്ലാ ദിവസവും വന്ന് നനയ്ക്കുന്നതല്ലേ. അലക്സേ, നീയും കണ്ടതല്ലേ? ശരിയാണ്, അവനും എല്ലാ ദിവസവും വന്ന് നനച്ചിട്ടുണ്ട്. എന്തായാലും സാരമില്ല, നീ ടെൻഷൻ ആവാതെ സമാധാനപ്പെട്. ഏതായാലും നനയ്ക്കുന്നത് നിർത്തണ്ട. 2 ദിവസം കൂടെ നമുക്ക് നോക്കാം. ടീച്ചർ പറഞ്ഞതുപോലെ വെള്ളവും ശുദ്ധവായുവും സൂര്യപ്രകാശവും നമ്മുടെ സ്നേഹവും കൂടി നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. ശരിയാണ് അലക്സ് പറഞ്ഞത്. നമുക്ക് 1-2 ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ഓടിവായോ, എന്റെ മാവും എന്റെ വിത്തും മുളച്ചേ. കൺഗ്രാറ്റുലേഷൻസ് ടോമി. കണ്ടില്ലേ, ക്ഷമ വിജയത്തിന്റെ ആദ്യ പാഠമാണ്. നല്ല ക്ഷമ ഉണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും അത്യാവശ്യം. നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യം എന്തായാലും അത് വിജയകരമായി പൂർത്തിയാക്കുക എന്നതാണ് പ്രധാനം. താങ്ക് യു അലക്സ്.